ഹലോ ഗെയ്സ്, നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നെയ്ച്ചോറും ബീഫ് വരട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞാനിന്ന് ഉണ്ടാക്കിയൊന്ന് വീഡിയോ ഇട്ടോ. അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്നാൽ ഗെയ്സ്, നമുക്ക് ബീഫ് വരട്ടുണ്ടാക്കാം കേട്ടോ. 2 കിലോ ചിക്കൻ എടുത്തിട്ട് നല്ലോണം കഴുകി കുക്കറിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറച്ചിൻ്റെ അളവിനനുസരിച്ചിട്ട് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ്. അപ്പം നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ മുളകും പൊടി. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ചെറിയ ഉള്ളി, ഇതൊക്കെ പാടെ ചതച്ചതാട്ടോ. അതിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ പാടെ തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ലേശം ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് തുരുമ്മിയിട്ടേ ഇതൊക്കെ പാടെ നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, നമുക്ക് ഇറച്ചിക്കില്ലേ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇറച്ചിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനുള്ളതാണിത്.
നമുക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് ഒക്കെ പാകത്തിനിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം. 2 സവാള ഇട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾ ഇറച്ചിൻ്റെ അളവിനനുസരിച്ച് ഞാൻ 2 കിലോ ഇറച്ചിക്കാണ് ഇപ്പോൾ 2 സവാള ചേർക്കുന്നത്. 1 കിലോനാണെങ്കിൽ 1 സവാള ചേർത്താലും മതി. അധികം സവാള ചേർത്താലും മധുരമാകാരം. സവാള നന്നായി വഴന്ന് വരുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കട്ടോ. ഇതിപ്പോൾ ആദ്യം ഇങ്ങനെ വാട്ടിങ്ങാണ്ട് ഇങ്ങനെ കുക്കറിൽ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കണം. ആദ്യം മസാലയൊക്കെ തിരുമ്മി വെച്ച് ഇതിങ്ങനെ വേറെ ടേസ്റ്റ് കേട്ടോ. മസാലകളൊക്കെ ഒന്ന് തിരുമ്മി 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് കുക്കറിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ഉണ്ടാക്കാനുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഈ തക്കാളി, 4 പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒക്കെ നല്ലോണം വഴന്ന് വരണം കേട്ടോ. ഒരു ഗോൾഡൻ കളറായി വരണം കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടേ. അപ്പോൾ അതിന് ഇറച്ചിയൊക്കെ അവിടെ ഇങ്ങനെ വേകുന്നുണ്ട്. ഇറച്ചിയൊക്കെ വേകട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം നെയ്ച്ചോറിൻ്റെ പണി നോക്കാൻ. അങ്ങനെ നമ്മൾ സവാളയൊക്കെ നന്നായി വഴറ്റിയെടുക്കുക. ഇത് പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. വരട്ട് അടുപ്പത്ത് വെച്ചങ്ങാണ്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗേസ് നമ്മുടെ ഇറച്ചിയൊക്കെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വറ്റിക്കാണ്ട് അതൊന്ന് വറ്റിക്കാം. എന്നിട്ട് നമുക്ക് വറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരവയ്ക്ക് ചേർക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച സവാളയിൽ നിന്ന് വയറ്റിയതൊക്കെ. ഈ മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നെയ്ച്ചോറ്റിക്ക് നല്ല അടിപൊളി വരട്ടായി. ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നമുക്കടുത്ത നെയ്ച്ചോറക്കാല പരിപാടി നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഗേസ് നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടോ. ഇതൊക്കെ ഒരു ചമ്മന്തി അരച്ചതാണ്. നല്ല രസമാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് തേങ്ങയിൽ സുർക്കയൊക്കെ പറഞ്ഞിട്ട് മിക്സിയിലൊന്ന് അരച്ചാൽ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെ നെയ്ച്ചോറൊക്കെ വിസിൽ പോയി വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടി നോക്കട്ടോ. അതിനായിട്ട് ഞാൻ 2 കിലോ അരിയായിട്ടാണ് നെയ്ച്ചോറ് വെക്കണത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ ഗെയ്സ് നമ്മുടെ കുക്കറൊക്കെ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക്. ഒരു സവാള മതി കേട്ടോ, അധികം സവാളയുടെ ഒന്നും ആവശ്യമില്ല. സവാള അധികം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കറുകപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പു ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് കറുകപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പു ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് വലിയ ജീരകം, കുറച്ച് കുരുമുളക് ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കട്ടോ. അതൊക്കെ ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട്, വെറും നെയ്യിലല്ല വെക്കണത്, വെളിച്ചെണ്ണയിലും കൂടിയാണ്. നല്ല ആട്ടിയ വെളിച്ചെണ്ണ, വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും കൂടി കൂട്ടിയിട്ടാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഉണ്ടാക്കാൻ എളുപ്പമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കട്ടോ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കട്ടോ. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് പാകത്തിന് ഇത് എങ്ങനെ അറിയാം, ഇരട്ടി വെള്ളമാട്ടോ ഒഴിക്കേണ്ടത്. കുക്കറിലാകുമ്പോൾ നമ്മൾ 5 ഗ്ലാസ് അരി എടുത്തിക്കണേ 5 ഗ്ലാസ് വെള്ളം, 10 ഗ്ലാസ് വെള്ളം കേട്ടോ. 6 ഗ്ലാസ് ആണെങ്കിൽ 12 ഗ്ലാസ് ഇരട്ടി വെള്ളം ഒഴിച്ച് നോക്കണം. അപ്പോൾ നന്നായി വേവുള്ളൂ. ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരു വിസിൽ വന്നിട്ട് പിന്നെ അത് കളഞ്ഞാൽ മതി. വിസിൽ കളയണ്ട, വിസിൽ പൂവോളം വെക്കണം. വിസിൽ കളഞ്ഞാൽ വേകൂല കേട്ടോ. ഒറ്റ വിസിൽ വന്നാൽ മതി. ഇനി അണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കട്ടോ അതിലേക്ക്. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി. എന്നിട്ട് വിസിൽ പോയിട്ട് തുറന്നു നോക്കി അടിപൊളി നെയ്ച്ചോറായിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. നമ്മൾ അരി എടുത്തതിന് ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് വെള്ളമൊക്കെ കണക്കാക്കിക്കൊണ്ട് ഗ്ലാസ്സിന് നമ്മൾ അരി എടുത്ത അതേ കപ്പിന് തന്നെ വെള്ളം എടുക്കണം കേട്ടോ. അധികം ആവണ്ട, ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. പിന്നെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ വേഗ് പാകമായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.
ഗെയ്സ് നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടോ. നമുക്ക് അരിയൊക്കെ കഴുകി വാർത്ത ചെയ്യുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വന്നാൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിൽ വന്നിട്ട് വിസിൽ കളഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ പാകമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഗെയ്സ് നെയ്ച്ചോറൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം തുറന്ന് വെക്കാൻ വിസിലൊക്കെ പോകാൻ പാകത്തെ വേഗമാണ്. അടിപൊളിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, സുർക്ക, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ചമ്മന്തി നെയ്ച്ചോറ്റിക്കൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ.